മാലിയിലെ പുലിപ്പലി കേസിൽ റാപ്പർ വേടന് ജാമ്യം. കർശന ഉപാധികളോടെയാണ് ജാമ്യം. അന്വേഷണവുമായി സഹകരിക്കണമെന്നും കേരളം വിട്ട് പുറത്തു പോകരുതെന്നും നിർദ്ദേശം. പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഏതൊക്കെ ഉപാധികളോടെയാണ് വേടന് ജാമ്യം അനുവദിച്ചത്? സുരേഷ്, മാലയിലെ പുലിപ്പല്ല് കേസിലാണ് റാപ്പർ വേടൻ ഇപ്പോൾ പെരുമ്പാവൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കർശന ഉപാധികളുടെ അടിസ്ഥാനത്തിൽ ആണ് ജാമ്യം നൽകിയിട്ടുള്ളത്. അന്വേഷണവുമായിട്ട് എല്ലാ ഘട്ടത്തിലും സഹകരിക്കണം, കേരളം വിട്ട് പുറത്തു പോകരുത്, 7 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം, എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്നുമാണ് ഉപാധികൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1 ദിവസത്തെ കസ്റ്റഡി വനംവകുപ്പിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വേടനെയും കൊണ്ട് ഫ്ളാറ്റിലടക്കം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തെളിവ് ശേഖരണം നടത്തിയിരുന്നു. ഈ പുലിപ്പല്ല് രഞ്ജിത്ത് കുമ്പടി എന്നുള്ള ആരാധകൻ നൽകിയതെന്നാണ് വേടൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ള മൊഴി. ഇതടക്കമുള്ള പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് വനംവകുപ്പ് പോയിട്ടുള്ളത്. ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനാ ഫലത്തിന്റെ റിപ്പോർട്ട് കൂടി ഇക്കാര്യത്തിൽ നിർണായകം തന്നെയാണ്. പ്രധാനമായിട്ടും ജാമ്യാപേക്ഷ പരിഗണിച്ച വേളയിൽ വേടൻ കോടതിയിൽ മുന്നോട്ട് വെച്ചൊരു വാദഗതി എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനാ ഫലത്തിന്റെ റിപ്പോർട്ട് ഇല്ല, അത് സംബന്ധിച്ചുള്ള സാധൂകരിക്കുക, അതായത് പുലിപ്പല്ല് യഥാർത്ഥമാണോ സാധൂകരിക്കാൻ തക്ക തെളിവുകൾ ഇതുവരെ ശേഖരിച്ചിട്ടുമില്ല. കൂടാതെ ഇത് തനിക്ക് അറിവുള്ളതായിരുന്നില്ല, ഈ പുലിപ്പല്ല് ഒറിജിനൽ ആണോ എന്ന കാര്യത്തിൽ തനിക്കൊരു ആരാധകൻ സമ്മാനമായിട്ട് നൽകിയതാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണവുമായിട്ട് എല്ലാ ഘട്ടത്തിലും സഹകരിക്കാം, ഉപാധികളോടുകൂടി ജാമ്യം തനിക്ക് അനുവദിക്കണം എന്നുള്ളതായിരുന്നു അഭിഭാഷകൻ മുഖേന വേടൻ കോടതിയിൽ ഉന്നയിച്ച ഒരു വാദഗതി. ആ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നിലവിൽ പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി റാപ്പർ വേടന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 7 ദിവസത്തിനുള്ളിൽ തന്നെ ഈ പാസ്പോർട്ട് സമർപ്പിക്കണം, അതായത് കോടതിയിൽ ഹാജരാക്കണമെന്നുള്ള നിർദ്ദേശം കർശനമായിട്ട് പാലിക്കണം. എന്തായാലും നേരത്തെ കഞ്ചാവ് കേസിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതിന് തൊട്ട് പിന്നാലെ തന്നെയായിരുന്നു വനംവകുപ്പിന് വേടനെ പോലീസ് കൈമാറിയത്. പിന്നീട് അതിനു മുന്നേ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ പുലിപ്പല്ല് യഥാർത്ഥമാണ് സ്ഥിരീകരിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്തിക്കൊണ്ടുള്ള കേസ് എടുത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോയത്. ചോദ്യം ചെയ്യല് കോടനാട്ടെ ഫോറസ്റ്റ് ഓഫീസിലായിരുന്നു. അതിനുശേഷം ഫ്ളാറ്റിൽ എത്തിച്ചുകൊണ്ട് തെളിവ് ശേഖരണവും നടത്തിയിരുന്നു. എന്തായാലും രൂപമാറ്റം വരുത്തിയതിലടക്കം കുറ്റങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കരുതുന്നത്. ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനാ ഫല റിപ്പോർട്ട് കൂടി ഈ കേസിൽ പ്രധാനമായിട്ട് പരിശോധിക്കേണ്ടി വരും. സുരേഷ്, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.